പ്ലംബിംഗ് കൺസൾട്ടൻ്റ് എന്ന പദപ്രയോഗം സാധാരണ ജനങ്ങളിൽ അത്രത്തോളം സുപരിചിതമല്ലാത്ത ഒരു പദമാണ്. കൊച്ചിയിലെ പ്രമുഖ പ്ലംബിംഗ് കൺസൾട്ടൻ്റായ സൈഫ്ലോ കൺസൾട്ടൻറ്റിൻ്റെ സാരഥി ശ്രീമാൻ പൗലോ സിസിയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹത്തോട് നമുക്ക് ഈ മേഖലയിലെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. അദ്ദേഹത്തെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. സർ, നമസ്കാരം. നമസ്കാരം. പ്ലംബിംഗ് കൺസൾട്ടൻസി എന്ന ഈ മേഖല സാധാരണ ജനങ്ങൾക്ക് അത്ര സുപരിചിതമായിരിക്കില്ല. ഒരുപക്ഷെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ ഈ മെട്രോ നഗരങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ പരിചിതം. നമ്മുടെ സാധാരണക്കാരായ പ്രേക്ഷകർക്ക് വേണ്ടി ഇതെന്താണെന്നൊന്ന് വിശദമാക്കാമോ? തീർച്ചയായിട്ടും. ഈ പ്ലംബിംഗ് കൺസൾട്ടൻസി എന്ന മേഖല കേരളത്തിലേക്ക് എത്തിയത് ഏകദേശം 95 കാലഘട്ടങ്ങളിലാണ്. ആദ്യമായിട്ട് ഈ മേഖല കേരളത്തിലേക്ക് എത്തിച്ചത് ഇവിടുത്തെ ഒരു പ്രമുഖ കൺസൾട്ടൻ്റായ ശ്രീ ഗണേഷാണ്. ഈ മേഖല വരുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത് ശരിക്കും ഒരു കോൺട്രാക്ടേഴ്സ് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു മേഖലയായിരുന്നു. ഈ മേഖലയിൽ കോൺട്രാക്ടർ ചെയ്തു വരുമ്പോൾ അവർക്ക് അനുസൃതമായ രീതിയിൽ ഡിസൈൻ ആക്കുകയും അവർക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്യും, അവർക്ക് ആവശ്യമുള്ള രീതിയിൽ പ്ലംബിംഗ് ചെയ്യുമ്പോൾ ബിൽഡിങ്ങിന് മൊത്തത്തിലൊരു എക്സ്റ്റീരിയറായിട്ട് കുറേ വ്യത്യാസങ്ങൾ വരും. മീൻസ് ആ ഒരു കാഴ്ചയിലൊരു പൈപ്പൊക്കെ പുറത്തു വരുന്നൊരു അവസ്ഥ വരുന്നു. അപ്പോൾ ഈ മേഖല അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ കേരളത്തിലൊരു കൺസൾട്ടൻസി എന്നൊരു സാധ്യത വന്നത്. 95 കാലഘട്ടത്തിൽ ഇത് വളർന്നു വരുമ്പോഴേക്കും ഞങ്ങൾ ആ മേഖലയിൽ വർക്ക് ചെയ്ത വ്യക്തികളായിരുന്നു. അതിനുശേഷമാണ് സ്വന്തമായിട്ട് ഞാൻ തുടങ്ങിയത്. അപ്പോൾ ശരിക്കും ഒരു കൺസൾട്ടൻസി എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ്. പ്ലംബിങ്ങിൻ്റെ ഒരു ശരിയായ രൂപരേഖ നമുക്ക് ഈ ഡിസൈനിങ്, അതായത് ഒരു ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് നമുക്ക് ലഭ്യമാകുന്നു. അതോടുകൂടി ഒരു പ്രൊജക്റ്റിൽ വരാവുന്ന കാര്യങ്ങളെല്ലാം വിഷ്വലൈസ് ആയിട്ട് നമുക്ക് ഡ്രോയിങ് പ്രകാരം ആർക്കിടെക്റ്റിന് ലഭ്യമാക്കുന്നു. ആക്ച്വലി ആർക്കിടെക്റ്റും പ്ലംബിംഗ് കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ മറ്റിതര കൺസൾട്ടൻസുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. ഈ സിവിൽ ഫീൽഡിൽ വരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടകങ്ങളാണ്, ഒന്ന് പ്ലംബിങ്ങും ഇലക്ട്രിക്കലും. ഈ പ്ലംബിങ്ങും ഇലക്ട്രിക്കലും ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊജക്റ്റിൽ കുറേ നഷ്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഒരു ഹോട്ടൽ പ്രൊജക്റ്റ് ആണെങ്കിൽ ആ ഹോട്ടൽ പ്രൊജക്റ്റിൽ എല്ലാം പണി തീർന്നിട്ട് കുറേ കംപ്ലയിൻറ്റ്സ് വരുമ്പോൾ പിന്നെ വന്നിട്ടുള്ള ഇൻറ്റീരിയറിലൊക്കെ വരുന്നിട്ടുള്ള പിന്നീട് മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ മേഖലയിൽ ഒരു കൺസൾട്ടൻസി വരുമ്പോൾ നമുക്ക് ഇനിഷ്യലി പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിനകത്തൊരു ഡ്രോയിങ് പ്രിപ്പറേഷൻ ഉണ്ടാവും, പിന്നെ അതിനൊരു എസ്റ്റിമേഷൻ ഉണ്ടാവും. ഒരു കോസ്റ്റ് എത്രയുണ്ട്, ഈ പ്രൊജക്റ്റ് എത്ര കോസ്റ്റിൽ തീർക്കാം എന്നുള്ളൊരു ഇനിഷ്യൽ കോസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. അതിൽ നിന്ന് കൂടി വന്നാൽ ഒരു 10-15% കൂടി വരും, അല്ലെങ്കിൽ മൈനസ് ആവും. പാദരക്ഷകളിൽ ഒരു നവയുഗ പിറവി. AGL ഫുഡ് കെയർ മികച്ച ഉൽപ്പന്നങ്ങളാൽ സവിശേഷമായി നിർമ്മിക്കുന്ന ഈടുറ്റതും അഴകുറ്റതുമായ അടിപൊളി മോഡലുകൾ. 100% PU സോൾ. A golden dream to legs. AGL ഫുഡ് കെയർ, കാലിക്കറ്റ്. മലബാർ ഹെൽത്ത് കെയർ ആൻഡ് റിസർച്ച് സെന്റർ. ആയുർവേദവും പ്രകൃതി ചികിത്സയും അക്യൂപ്രഷറും അക്യൂപഞ്ചറും കളരി മർമ്മ ചികിത്സയും ഒക്കെ കൂടി സംഗമിക്കുന്ന ഈ മലബാർ ഹെൽത്ത് കെയറിൽ കുറച്ചു നാളത്തെ ചികിത്സയിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. ഐ ആം വെരി വെരി ഹാപ്പി. മലബാർ ഹെൽത്ത് കെയർ ആൻഡ് റിസർച്ച് സെന്റർ, എ മൈൽ സ്റ്റോൺ ഇൻ ട്രഡീഷണൽ ഹെൽത്ത് കെയർ, തിരുനാവായ. ഭാരതപ്പുഴയുടെ ഈ അതിമനോഹര തീരത്ത് മലബാർ ഹെൽത്ത് കെയർ ആൻഡ് റിസോർട്ട് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. സാധാരണ കിണർ വെള്ളത്തിൽ പോലും കാണപ്പെടുന്ന ഇരുമ്പിന്റെ അംശം, വെളുത്ത പൊടി, നിറവ്യത്യാസം, മണം, ഉപ്പ്, ഹാർഡ്നസ് എന്നിവ മാറ്റി ശുദ്ധമായ ജലം ഇനി വീട്ടിൽ മുഴുവനും. ബയോഡ്രോപ്സ് പ്യൂർ ഹോം. വീട്ടിലെ മുഴുവൻ ജലവും ശുദ്ധീകരിക്കാനുള്ള വാട്ടർ ക്വാളിറ്റി അസോസിയേഷൻ USA സാങ്കേതികതയിൽ നിർമ്മിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ പ്യൂരിഫയർ ബയോഡ്രോപ്സ് പ്യൂർ ഹോം എല്ലാ പ്രമുഖ ഇലക്ട്രോണിക്സ് ഷോപ്പുകളിലും ലഭ്യം. കൂടുതൽ വിവരങ്ങൾക്ക് ഗ്ലോബൽ വാട്ടർ സിസ്റ്റംസ്, താവക്കര കോംപ്ലക്സ്, താവക്കര, കണ്ണൂർ. കോൾ 9446094255. ഒരു ആർക്കിടെക്ട് ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡ്രോയിങ്
ചെയ്യുമ്പോൾ തന്നെ അതിനു മുമ്പ് തന്നെ ഒരു പ്ലംബിംഗ് കൺസൾട്ടൻറ്റുമായി സംസാരിക്കാനുണ്ടോ, ചർച്ച ചെയ്യാറുണ്ടോ കാര്യങ്ങൾ? ശരിക്കും രണ്ട് രീതിയാണ് ഇവിടെ കേരളത്തെ സംബന്ധിച്ചുണ്ടാകുന്നത്. ഒന്ന്, ബിൽഡിംഗ് പണിയുന്നതിന് മുമ്പ് ഡിസൈൻ ചെയ്യുമ്പോഴേ നമുക്ക് അതിൻ്റെ ഡ്രോയിങ്, ഡിസൈനും, കൺസെപ്റ്റ് എല്ലാം പറഞ്ഞു തരും. അല്ലെങ്കിൽ പണിത് കഴിഞ്ഞിട്ട് ഇന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട് നമുക്ക് ചെയ്യാമെന്നുള്ള രീതിയിൽ ഇപ്പോൾ അവരെ രണ്ടിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, ചെയ്യുന്നതിന് മുമ്പ് ഡിസൈൻ ചെയ്യുമ്പോഴേ നമ്മളെ ഇൻവോൾവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലയൻറ്റിന് ഒത്തിരി ലാഭമുണ്ട്. കാരണം ഒരു ബീം പോകുന്നുണ്ട്, ആ ബീമിൻ്റെ ഇടയിൽ കൂടി അല്ലെങ്കിൽ അതിൻ്റെ ആ ബീം ത്രൂ നമുക്കൊരു പൈപ്പ് കൊണ്ടുപോകണം. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ പ്രൊവിഷൻ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ആ ബീം കോർ കട്ട് ചെയ്യണം, അങ്ങനെ ഹോൾ ചെയ്യണം. അപ്പോൾ ബീമിൻ്റെ സ്ട്രെങ്ത് പോവും. രണ്ടാമത് ആ കോർ കട്ടിങ് ചെയ്യാനുള്ള കോസ്റ്റ് കൂടും. അപ്പോൾ നമ്മൾ ഇനിഷ്യലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് പ്ലംബിംഗ് ഡിസൈൻ, പ്ലംബിംഗ് കൺസൾട്ടൻറ്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്തായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെയും ചെയ്യാറുണ്ട്. പക്ഷെ അതിന് അനുസരിച്ച് നമുക്ക് സൈറ്റ് വിസിറ്റ് കൂടും. അതിൻ്റെ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്നുള്ള നമ്മൾ പോയി സ്റ്റഡി ചെയ്യണം. അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഡിസൈൻ പ്രകാരം അത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. അപ്പോൾ ആക്ച്വലി ഡിസൈനിങ് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ഇൻവോൾവ് ചെയ്യിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. രണ്ടാമത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ബുദ്ധിമുട്ടുണ്ട്. കാരണം അവരുടെ കൺസെപ്റ്റും നമ്മുടെ കൺസെപ്റ്റുമായിട്ട് ഒരേപോലെ വന്നെന്നില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഒരു പ്ലംബിംഗ് കൺസൾട്ടൻറ്റ് ചെയ്യുന്ന എല്ലാ വർക്കിലും പൈപ്പുകൾ കൺസീൽഡ് ആയിരിക്കും? നിർബന്ധമില്ല, അങ്ങനെ നിർബന്ധമില്ല. എന്താണെന്ന് വെച്ചാൽ രണ്ട് ടൈപ്പാണ് അതിനകത്ത്. ഒന്ന് ഈ ഇൻറ്റീരിയർ വർക്ക്, പിന്നെ എക്സ്റ്റീരിയർ വർക്ക്. എക്സ്റ്റീരിയർ വർക്ക് എപ്പോഴും എക്സ്പോസ് ആവാനാണ് സാധ്യത. അപ്പോൾ ഇതിനകത്ത് ഇൻറ്റീരിയർ മൊത്തം കൺസീൽഡ് ആയിരിക്കും. ഈവൻ ക്ലോസറ്റിൻ്റെ പൈപ്പും വാഷ് ബേസിൻ്റെ പൈപ്പും എല്ലാം കൺസീൽഡ് ആയിരിക്കും. എക്സ്റ്റീരിയർ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത്ര ഏരിയ പൈപ്പ് പോകാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് സിവിൽ കൺസ്ട്രക്ഷനിൽ ആർക്കിടെക്റ്റ് ആ പ്രൊവിഷൻ ഇട്ടിട്ട് നമുക്ക് ചെയ്തു തരും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇല്ല എങ്കിൽ തന്നെയും ഒരു എക്സ്റ്റീരിയർ ആയിട്ട് പൈപ്പ് ഇറക്കിയിട്ട് അത് ഫ്രെയിം വെച്ചിട്ട് കവർ ചെയ്തിട്ട് FRPയോ എന്തെങ്കിലും എക്സ്ട്രാ മെറ്റീരിയൽ വെച്ചിട്ട് അത് കവർ ചെയ്യും. പക്ഷെ എന്തായാലും നമുക്ക് അതിനകത്തൊരു വേണ്ട ഒരു അത്യാവശ്യ സാധ്യത എന്ന് പറഞ്ഞാൽ ഡക്റ്റ് ഡോറാണ്. അതായത് ഫ്യൂച്ചറിൽ ഇത് തുറന്നിട്ട് ഈ പൈപ്പിന് വരുന്ന മെയിൻ്റനൻസ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ കണ്ടിരിക്കണം. എറണാകുളത്താണ് താങ്കൾ ആദ്യമായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അതെ. എന്തുകൊണ്ടാണ് രണ്ടാമതൊരു ബ്രാഞ്ച് ഇട്ടപ്പോൾ കണ്ണൂരിനെ പറ്റി ആലോചിച്ചത്? കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് പരിയാരം മെഡിക്കൽ കോളേജ്. അത് ഏകദേശം 15 വർഷം മുമ്പാണ് അതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞ്. അവിടെ GI പൈപ്പ് എന്നുള്ള ഒരു ഇതായിരുന്നു. പണ്ട് കാലങ്ങളിൽ GI പൈപ്പായിരുന്നു ഈ പ്ലംബിങ്ങിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതെല്ലാം പൊട്ടിയിട്ട് വെള്ളം ഇങ്ങനെ ഫൗണ്ടൻ പോലെ ഇത് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ 3-4 കൺസൾട്ടൻസിനെ വിളിച്ചു. അപ്പോൾ എൻ്റെ ഡിസൈനും എല്ലാം അവർക്ക് താല്പര്യമായി. അപ്പോൾ അവിടെ ഒരു കൺസൾട്ടൻസി തുടങ്ങി. ആ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം 1000 ബെഡുള്ള ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ ആ ഹോസ്പിറ്റൽ നിർത്തിയിട്ടിട്ട് നമുക്ക് ആ പണി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ വർക്ക് നടക്കുമ്പോൾ അത്യാവശ്യത്തിന് നമ്മളുടെ ഓഫീസിൽ നിന്ന് ആരെങ്കിലും ചെല്ലണം. ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൺ റണ്ണിങ് ഹോസ്പിറ്റലാണ്. ഇപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളുടെ കൺസൾട്ടൻസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഓടിച്ചെന്ന് എറണാകുളത്ത് ചെല്ലാൻ പറ്റില്ല. അപ്പോഴാണ് ഞാൻ കണ്ണൂർ ഒരു ഓഫീസ് വേണമെന്നുള്ളത്. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ താങ്കളുടെ ഫാമിലി താങ്കൾക്ക് നൽകുന്ന സപ്പോർട്ട് എങ്ങനെയാണ്? താങ്കൾക്ക് കിട്ടുന്ന ഫാമിലി സപ്പോർട്ട് എങ്ങനെയാണ്? ആരൊക്കെയാണ് ഫാമിലി മെമ്പേഴ്സ്? തീർച്ചയായിട്ടും അവരുടെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് നമുക്കുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്കൊരു മകനുണ്ട്. ഇപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 7 വയസ്സുണ്ട്. ഇവിടെ എടപ്പള്ളിയിൽ തന്നെ കൊച്ചിൻ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലാണ് പഠിക്കുന്നത്. വൈഫ് MA എക്കണോമിക്സ് ആണ്. എന്നെ പല കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുന്നത് വൈഫാണ്. നീണ്ട 8 വർഷം താങ്കൾ ഈ സ്ഥാപനം വിജയകരമായി നടത്തി. ഇനി എന്താണ് താങ്കളുടെ ഫ്യൂച്ചർ പ്ലാൻ? എന്ത് ഡെവലപ്മെൻറ്റ് പദ്ധതിയാണ് താങ്കളുടെ മനസ്സിലുള്ളത്? ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് 1-2 കാര്യം വേറെ ഞങ്ങൾ ഇതല്ലാതെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഈ ഓട്ടോക്യാഡ് പഠിച്ച് കുറേ കുട്ടികൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞിട്ട് അവർ ജോലി കിട്ടാതെ കുറേ ഇത് ചെയ്യുന്നുണ്ട്, സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ ഏത് മേഖലയിൽ രക്ഷപ്പെടുത്താം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഒന്ന് സ്റ്റഡി ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഡിസൈനിങ് സ്റ്റേജിൽ അവർക്ക് ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് അവരെ കുറച്ച് നാൾ ട്രെയിൻ ചെയ്തിട്ട് അവരെ ഏതെങ്കിലും ഫീൽഡിലേക്ക് എന്ന് പറഞ്ഞാൽ സിവിലോ മെക്കാനിക്കലോ അല്ലെങ്കിൽ ഗൾഫ് മേഖലയിലേക്ക് അവരെ വിടാവുന്ന ഒരു രീതിയിൽ ഞങ്ങൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. മാൻ പവർ കൺസൾട്ടൻസി ആയിട്ട് അതെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്.
അപ്പോൾ അത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവർക്കും അതൊരു ഗുണമാണ്, നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന ഒരു വലിയ ജീവിതമാർഗം കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അത് അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ CAD പഠിക്കുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും കമാൻഡ്സിനും അറിയില്ല. അപ്പോൾ അവർക്ക് അങ്ങനെ കുറച്ചും കൂടി നമ്മുടെ സ്ഥാപനത്തിൽ അതിനൊരു ചാൻസ് കൊടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് പറഞ്ഞു വിടുക, പ്രൊഫഷണൽ ആക്കിയതിനു ശേഷം. അതെ. അപ്പോൾ ആ പീരീഡിൽ എന്തെങ്കിലും നമുക്കൊരു ഫീസ് പോലെ എന്തെങ്കിലും ഇത് ചെയ്തിട്ട് അതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. താങ്കൾ ഇനിയും ചെയ്യാനിരിക്കുന്ന എല്ലാ മേഖലകളിലും താങ്കൾക്ക് വിജയം കൈവരിക്കാനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഫോട്ടോഗ്രാഫ് നിങ്ങൾക്കായി സമർപ്പിച്ചത് കൈരളി ഇന്റർനാഷണൽ ഫർണിച്ചർ, പൂങ്കുളം, തൃശൂർ, സിറ്റി സെന്റർ തൃശൂർ, മാമംഗലം, കൊച്ചി, അബുദാബി ആൻഡ് ദുബായ്. മലബാർ ഹെൽത്ത് കെയർ ആൻഡ് റിസർച്ച് സെന്റർ, എ മൈൽ സ്റ്റോൺ ഇൻ ട്രഡീഷണൽ ഹെൽത്ത് കെയർ, തിരുനാവായ. ഇത്രയും സെലക്ഷൻ ജസാനിയിൽ ഉണ്ടായിട്ടാണോ നമ്മൾ ഈ സിറ്റി മുഴുവൻ കറങ്ങിയത്? ഗോൾഡ് കോക്കനട്ട് ഓയിൽ, ഗോൾഡൻ ഡ്രീം ടു ലെക്സ്. AGL ഫുഡ് കെയർ, കാലിക്കറ്റ്. ബയോഡ്രോപ്സ് പ്യൂർ ഹോം, ഗ്ലോബൽ വാട്ടർ സിസ്റ്റംസ്, താവക്കര കോംപ്ലക്സ്, താവക്കര, കണ്ണൂർ.